ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഗ്രിൻഡൽവാൾഡ് ആട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടൽ റൂമിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങോട്ട് വന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗ്രിൻഡൽവാൾഡിലോട്ട് നമ്മൾ വന്ന സംഭവമൊക്കെ. അപ്പോൾ നമ്മൾ ഒരു രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എണീറ്റപ്പോൾ ഉള്ള നമ്മുടെ വിൻഡോയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഫുള്ള് ഫോഗ് ആയതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തുള്ള മലകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഫുൾ മലകളൊക്കെയുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ആക്സസ് ഉള്ളത് കേബിൾ കാർ വഴിയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ തന്നെ ആണ് നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെയാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോണത്. സൂപ്പർ, അടിപൊളി, സൂപ്പർ. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഇവിടെ ഞാൻ ചേർക്കാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പഴയതല്ല ഫിലിംസും ഈ ഫിലിം സോങ്സൊക്കെ കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലേ, ഒരു മഞ്ഞിൽ സാരിയൊക്കെ കൊടുത്ത് നിൽക്കാൻ. എന്താണേലും ആ ആഗ്രഹം ഞാൻ എന്താണെങ്കിലും ഇവിടെ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്തു ഹോട്ടൽ റൂമിൽ നിന്ന്. എന്നിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് ഹോട്ടൽ നമ്മൾ താമസിച്ച ആ സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് നമ്മൾ കേബിൾ കാറിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗ്രിൻഡൽവാൾഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ കേബിൾ കാറിൽ പോകുമ്പോൾ ഉള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്കും സൂപ്പർ വ്യൂ ആണ്. ഇന്നിപ്പോൾ നമ്മളീ പോണ സമയത്ത് നല്ല ഫോഗ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഗ്രീനറിയിൽ കാണാനാണെങ്കിലും ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ കാണാനാണെങ്കിലും നല്ല സൂപ്പറാണ് കേട്ടോ. ഷിജുമാമൻ തങ്കുവിനെ ഭീഷണിപ്പെടുത്തുന്നു ഗായ്സ്. തങ്കു പറ, ഷിജുമാമ വഴക്ക് പറഞ്ഞു എന്ന് പറ. ചൈൽഡ് അബ്യൂസ്. എന്നാലും ഈ ഷിജു എന്നോട് ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞു. കേബിൾ കാർ കയറിയപ്പോ ഷിമോൻ എന്നോട് ചെയ്ത് കണ്ടാ നിങ്ങൾ ഞെട്ടും. ഇവിടെ തുറക്കും, ഇവിടെ തുറക്കും. ഇത് പറഞ്ഞിട്ട് ഷിജുട്ടൻ താഴോട്ടും പിടക്കും. ഈ സ്റ്റോപ്പിലല്ല നമുക്ക് ഇറങ്ങേണ്ടത്, നമുക്ക് അടുത്ത സ്റ്റോപ്പിലാണ് സ്കീയിങ്ങിനുള്ളവരൊക്കെ. ഇനി വരണത് മറ്റു മഞ്ഞ് വീഴുണ്ട് കണ്ട. എത്ര കണ്ട് കിലോമീറ്റർ സ്പീഡില് വിൻഡ് ആണോ? അയ്യോ, മൈനസ് 8 ഇപ്പൊ. അങ്ങനെ ഫൈനലി നമ്മളിതേ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ നമ്മൾ എത്തിയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പുല്ലിലൊക്കെ ഒരു മഞ്ഞ് പിടിച്ച് കിടക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഭയങ്കര ഫോഗാണ് ഗൈസ്. തെന്നി വീണ് ഞങ്ങൾ എല്ലാവരും വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല. ആരെങ്കിലും വീണ്ടെങ്കിൽ വീണോട്ടെ, അതിനൊരു വീഡിയോ എടുക്കണ്ട്. അയ്യോ ശരി പോവല്ലേ. അയ്യോ ഇത് വരണ കവർ വെച്ചിട്ടാ. ഇപ്പത്തെ സൈഡോ? ഇപ്പുറത്തൊന്നുമില്ല, അവിടെ മാത്രം ഉണ്ടാകുന്നുള്ളൂ. മുടിയൊക്കെ ഐസായി ശ്വസിക്കുന്ന ഭാഗമൊക്കെ ഇതിൽ കൂടെ ഒന്നും നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. തെന്നി നമ്മൾ ഓൾറെഡി സ്നോ ഷൂസാ ഇട്ടേക്കുന്നത്, പക്ഷെ നടക്കാൻ ഒരു രക്ഷയില്ല. എന്തൊരു തെന്നലാന്നറിയോ. സ്കീ ചെയ്ത് പോണോക്കിയേ, സ്കീ ചെയ്ത് പോണോക്കിയ അവിടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് സ്ലെഡ്ജ് ചെയ്യണേ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല സ്ഥലം, നല്ല തണുപ്പുണ്ട്.
എത്ര ലെയർ ദേഹത്തുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല കേട്ടോ. കുറേ ലെയർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മേല് തണുക്കുന്നില്ല, കൈ മാത്രമേ തണുക്കുന്നുള്ളൂ, മുഖം. മാളവിക്ക് തണുപ്പ് എന്ന് പറയുന്ന സാധനമില്ല, ഗ്ലൗസ് പോലും. പെങ്കിൻ കുഞ്ഞാണ്, പെങ്കിൻ കുഞ്ഞ്. പാലക്കാട് ചൂടോളി. നമ്മളത് മേളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വിധമാണ് നടന്നെത്തിയത് കേട്ടോ. കുറേ സ്കീക്കാർ ഇതിൽ കൂടെ പോകണൊക്കെ ഉണ്ട്. മൊത്തം വെള്ളമയം. ഭയങ്കര തെന്നലായിരുന്നു കേട്ടോ, ഐസായിട്ട് ഭയങ്കര തെന്നലായിരുന്നു. അതുകൊണ്ട് നടക്കുമ്പോഴൊക്കെ ഭയങ്കര സൂക്ഷിച്ചാണ് കേട്ടോ നമ്മൾ നടക്കണ്ടായത്. എന്നിട്ടും നമ്മൾ കുറേ പ്രാവശ്യം തെന്നി വീണു കേട്ടോ. അത്രയ്ക്കും ഐസായിരുന്നു അവിടെ. ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്നോ ആയിരുന്നില്ല, കുറച്ചിങ്ങനെ ഐസായിട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ നന്നായിട്ട് കുറേ പ്രാവശ്യം നമ്മൾ വീണു. ഇവിടെ നമുക്ക് വീഡിയോ എടുത്തല്ലോ. എങ്ങനെയുണ്ട് ഗായ്സ്? തങ്കു എങ്ങനെയുണ്ട്? സ്നോ ഇഷ്ടായോ? അമ്മ എങ്ങനെയുണ്ട്? സ്കീ ചെയ്യാൻ തോന്നുന്നുണ്ടോ? മാളവിന് ചെയ്യണോ സ്കീ? നമ്മോ വാക്കും മര്യാദക്ക് നടന്ന് എത്തിയാൽ മതി, വീഴാണ്ട്. ഇവിടെ പക്ഷെ തെന്നുന്നില്ല. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്നോ ഉണ്ട്. വീഡിയോ എടുത്താലോ? ഗ്ലാസ്സാ? അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ സ്കീ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലേ വീഡിയോയിൽ. കുറേ പേര് സ്കീ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്കീ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇറങ്ങി വരുന്ന ഒരു പോയിൻ്റാണ്. ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോകാൻ പറ്റും, അതുപോലെ തന്നെ മുകളിലോട്ടും ഇവിടുന്ന് പോകാൻ പറ്റും കേട്ടോ. കേബിൾ കാർ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ മുകളിൽ നിന്ന് സ്കീ ചെയ്ത് വരുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്റെ മുടി കണ്ടോ ഗൈസ്? ഫുൾ മുടി നരച്ചു പോയി ഗൈസ്. രാവിലെ തല കാണിക്കൂ. മങ്കാത്തയായി പെട്ടെന്ന്. അമ്മൂസ് തല കാണിക്കൂ. അമ്മന് ബാക്ക്, അമ്മ അങ്ങോട്ട് തിരിഞ്ഞ് ബാക്ക് കാണിച്ച്. മാളു തനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ. ഇല്ലില്ല, മുടിയൊക്കെ നരച്ചു ഗൈസ്. പെട്ടെന്നായിരുന്നു ജരാനിരകൾ ബാധിച്ചത്. നരച്ച മുടി, എന്റെ ഫ്രഷ് മുടി ഒക്കെ ബ്ലാക്ക് മുടി. വാ. ഓൾറെഡി നമ്മൾ വെതർ ചെക്ക് ചെയ്തപ്പോൾ സ്നോഫോളൊക്കെ കാണിച്ചിട്ടുണ്ടായി. പക്ഷെ നമ്മളിവിടെ ചെന്ന സമയത്ത് സ്നോഫോളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്നോ ഒക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് വീഡിയോ അടിപൊളിയായിട്ടില്ലേ? സ്നോഫോൾ പോലെ തന്നെ ഇല്ലേ? അപ്പോൾ അതൊക്കെ കുറച്ച് സണ്ണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്നോ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. വയറ്റിലോട്ട് നോക്കിയിട്ട് കണ്ണും വേദന എടുക്കുന്നു. ഇത്ര താഴ്ച നീ വരുമോ? ഇത്ര താഴ്ചയിലൊക്കെ നീ വരുമോ? ഇത്ര സ്പീഡില്ല. പെട്ടെന്നാട്ടോ ഇവിടെ നിന്നുള്ള വ്യൂസ് മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാം കാണാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാം കവറായിട്ട് അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്തതുപോലെ മൂടിപ്പോവുകയും ചെയ്യേ. ഇപ്പോൾ ഇതേ കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് ആ മലകളും സംഭവമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ കിടന്നോ, ഉരുണ്ടു പോണ്.
ഫസ്റ്റ് നമുക്ക് മഞ്ഞും ഈ സംഭവമൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മളെ. പക്ഷെ കുറേ നേരം ഈ വൈറ്റ് കളർ തന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മൈൻഡ് തന്നെ മാറാൻ തുടങ്ങും കേട്ടോ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഈ വൈറ്റ് കാണുമ്പോഴത്തേക്കും. പിന്നെ അപ്പോൾ അത് അമ്മൂസ് ഇവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ താഴോട്ട് വന്നു, കേബിൾ കാറിൽ നേരെ താഴോട്ട് ഇറങ്ങി വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ് കേട്ടോ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ട്രെയിൻ കയറി ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിതേ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി ട്രെയിൻ കയറി 2-3 ട്രെയിനൊക്കെ കയറാനുണ്ട്. അങ്ങനെ നമ്മളിതേ തിരിച്ച് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ സ്റ്റേഷനിലോട്ട്. അപ്പോൾ വ്യൂ എൻ്റെ പൊന്നി ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് സ്കീ ഉണ്ട്, സെയിം സ്ഥലത്തല്ല, പല പല സ്ഥലങ്ങളിലായിട്ട് സ്കീ ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ കേബിൾ കാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. തിരിയുന്നുണ്ടോ?